നർത്തകി എന്ന നിലയിലും മുകേഷിന്റെ മുൻ ഭാര്യ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് മേതിൽ ദേവിക. മുകേഷിനെ വിവാഹം ചെയ്തതോടെയാണ് മേതിൽ ദേവിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാകുന്നത്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ ബന്ധം അവസാനിപ്പിച്ചിരുന്നു. 8 വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത്. 2013 മുകേഷും ദേവികയും വിവാഹം കഴിക്കുന്നത്. ഇവരുടെ വിവാഹമോചനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ അകലം പാലിച്ച് ആവശ്യമുള്ളപ്പോൾ കൃത്യമായി മറുപടി നൽകിയാണ് ദേവിക മുന്നോട്ട് പോയത്. സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നപ്പോഴും മേതിൽ ദേവിക നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നേടി. നിരവധി പരീക്ഷണങ്ങളും നർത്തകി എന്ന നിലയിൽ മേതിൽ ദേവിക നടത്തി. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നൃത്തത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മേതിൽ ദേവിക. നൃത്തത്തിനും നർത്തകർക്കും വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്തതിനെ കുറിച്ചാണ് മേതിൽ ദേവിക സംസാരിക്കുന്നത്. സിനിമ, പൊളിറ്റിക്സ്, സ്പോർട്സ് എന്നിവയൊക്കെയാണ് പ്രാധാന്യം. നമുക്ക് വർക്ക് കാണാൻ ഒരുപാട് പേർ കാണില്ല, അതുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. വലിയൊരു വേദിയും 3000 ആളുകളും വേണമെന്ന് പറയുന്നില്ല. പക്ഷേ 500 പേരോ 200 പേരോ ഇരിക്കുന്ന വേദികൾ വേണം. അത്തരം വേദികൾ അവർക്ക് ഒരുക്കാവുന്നതാണ്. അഥവാ ഇവിടുത്തെ അക്കാദമികൾ ഓർഗനൈസ് ചെയ്താൽ വളരെ തുച്ഛമായ പ്രതിഫലമാണ്. പക്ഷെ എന്നാലും കുട്ടികൾ ചെയ്യും, കാരണം അവർക്കൊരു അവസരമാണ്. അങ്ങനെ നോക്കിയാൽ ചെന്നൈയിലും ഇങ്ങനെയാണ്. കോർപ്പറേറ്റ് ഷോ ആണെങ്കിൽ പണം തരും. നമ്മൾ ആരും കോർപ്പറേറ്റ് ഷോകൾ ചെയ്യില്ല. ഷോ എന്നുള്ളതാണെങ്കിൽ ഓക്കെ, പക്ഷെ ആർക്കാണ് ഷോയിൽ താല്പര്യം? നമ്മൾ കൺസേർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രശസ്തരാവണം. സിനിമാ രംഗത്ത് നിന്നുള്ളവരാണെങ്കിൽ പ്രശസ്തിയുണ്ട്. അവർ മോശം ഡാൻസർ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടെന്നും മേതിൽ ദേവിക തുറന്നു പറയുന്നു. ശ്രദ്ധ കിട്ടണമെങ്കിൽ സിനിമാ നടിയാവണം, അല്ലെങ്കിൽ വിവാദമുണ്ടാകണം. അതുമല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ഭാര്യയായിരിക്കണം, എങ്കിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടൂ എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്നെ മാത്രം ഉദ്ദേശിച്ചല്ലേ അങ്ങനെ പറഞ്ഞതെന്ന് മേതിൽ ദേവിക ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ച് ചോദിച്ചു. എന്റെ ആർട്ട് ഫ്രട്ടേർണിറ്റിയിൽ എന്നെ കുറെ കാലമായി അറിയാം. പൊതുജനം ശ്രദ്ധിച്ചത് ബഡായ് ബംഗ്ലാവിന് ശേഷമാണ്. അതിൽ വന്ന പെർഫോമൻസ് നിന്നാണ് അവർ ശരിക്കും ശ്രദ്ധിക്കുന്നതെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി. മുകേഷ് ഭാഗമായ ടെലിവിഷൻ ഷോയായിരുന്നു ബഡായ് ബംഗ്ലാവ്. മുകേഷിന്റെ ഭാര്യയായിരിക്കുന്ന കാലത്താണ് മേതിൽ ദേവിക ഈ ഷോയിൽ അതിഥിയായി എത്തുന്നത്. അതേസമയം മുകേഷുമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടതെന്നാണ് ദേവിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ബന്ധം പിരിയാൻ തീരുമാനിച്ചത് എന്നും ഒരാളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നും ദേവിക പറഞ്ഞിരുന്നു. ഇപ്പോൾ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മേതിൽ ദേവിക. ദേശീയ പുരസ്കാരം നേടിയ മേപ്പടിയൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു മോഹന്റെ ചിത്രത്തിലാണ് നായികയായി ദേവിക എത്തുന്നത്. കഥ ഇന്ന് വരെ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ബിജു മേനോനാണ് നായകൻ. ക്ലാസിക്കൽ നർത്തകിയായ മേതിൽ ദേവികയ്ക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ, കേരള സംഗീത നാടക അക്കാദമിയുടേതടക്കം 2 സംസ്ഥാന പുരസ്കാരങ്ങൾ, സർപ്പതത്വം എന്ന ആർക്കൈവൽ ചിത്രത്തിന് ലഭിച്ച ഓസ്കാർ കണ്ടൻഷൻ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ISROയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ലഭിക്കുന്ന ആദ്യ നർത്തകിയാണ് മേതിൽ ദേവിക. കലാശാസ്ത്രവുമായി കോർത്തിണക്കി ദേവികയുടെ ആശയത്തിൽ നടക്കുന്ന ഒരു പഠനമാണ് ഇത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.